ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇൻട്രാക്റ്റീവ് സെഷനാണ് കേട്ടോ. അതായത് ഇതിൽ നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് ട്രീറ്റ്മെൻറ്റുകൾ എടുത്തിട്ടും അല്ലെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് ട്രീറ്റ്മെൻറ്റുകളൊക്കെ നിർത്തിവെച്ചിട്ടും പിന്നീട് പ്രഗ്നൻസി നോക്കിയിട്ടും പ്രഗ്നൻ്റ് ആകുന്നില്ല, IUI കഴിഞ്ഞ് നോക്കിയിട്ടും IVF ചെയ്ത് നോക്കിയിട്ടും പ്രഗ്നൻസി അവിടെ കിട്ടുന്നില്ല. ഇതിനുള്ളൊരു റീസണിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. നമ്മൾ ഈ ഒരു കാര്യം ഓവർകം ചെയ്യാതെ യാതൊരു തരത്തിലുള്ള മെഡിക്കേഷൻസ് നിങ്ങൾ ശരീരത്തിൽ എത്തിച്ചതുകൊണ്ടോ എന്തെല്ലാം തലകുത്തി നിങ്ങൾ ഓരോ പൊസിഷൻ കണ്ടുപിടിച്ച് ഫിസിക്കൽ കോൺടാക്ട് ചെയ്താലോ നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കില്ല. 100% നിങ്ങൾക്ക് സാധിക്കില്ല. ആ റീസൺ എന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഒരുപാട് പേര് നമ്മുടെ കമൻസിൽ വന്ന് പറയുന്ന കാര്യമാണ്, ചേച്ചി വിവാഹം കഴിഞ്ഞിട്ട് 8 മാസമായി, ഞങ്ങൾ പ്രഗ്നൻസി ഒരു 3ാമത്തെ മാസം മുതൽ ട്രൈ ചെയ്ത് തുടങ്ങുന്നുണ്ട്, പക്ഷേ പ്രഗ്നൻ്റ് ആവുന്നില്ല. ചില കൂട്ടർ പറയുന്നുണ്ട് ചേച്ചി 5 വർഷത്തെ അടുക്കുകയായി, ചിലർ പറയുന്നു 10 വർഷത്തെ അടുക്കുകയായി, പക്ഷേ പ്രഗ്നൻ്റ് ആകുന്നില്ല. ഇതിനെല്ലാത്തിനും അവരുടെ വാലായിട്ട് ഒരു വേർഡും കൂടി ഉണ്ടാകും, സ്ട്രെസ്. ഞങ്ങൾക്ക് ഒരുപാട് മാനസിക പിരിമുറുക്കം വരുന്നുണ്ട് ചേച്ചി, സൊസൈറ്റിയിൽ നിന്ന് പ്രഷർ വരുന്നുണ്ട്, എൻ്റെ അനിയത്തി പ്രഗ്നൻ്റായി, എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ മോള് പ്രഗ്നൻ്റായി, ഇങ്ങനെ ഒരുപാട് പേര് ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് പലരും ചെയ്ത് വെക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അറിയാതെ ആണെങ്കിലും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. ശരിക്കും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇൻട്രാക്റ്റീവ് സെഷനാണ്. പലർക്കും ചിലപ്പോൾ ഇത് ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങളോട് ഞാൻ തുറന്ന് സംസാരിക്കുകയാണ് കേട്ടോ. അത് ആവശ്യമില്ലാത്തവർക്ക് തുടക്കത്തിൽ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാം, പ്രശ്നമൊന്നുമില്ല കേട്ടോ. അതല്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം, പല ആളുകൾക്കും ഈ ഒരു സ്ട്രെസ്സ് കൂടി വരുന്നത് കൊണ്ട് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ പല ഫെർട്ടിലിറ്റി സംബന്ധപ്പെട്ട കാര്യങ്ങളിലും പ്രശ്നമുണ്ടാകാനായിട്ട് ഇത് കാരണമാകുന്നു. ചിലപ്പോൾ നമ്മളിത് ഒരു ദിവസമായിരിക്കും ഈ ഒരു കാര്യം നമ്മൾ ഫേസ് ചെയ്യുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന പല സ്ത്രീകൾക്കും നിങ്ങൾക്ക് AMH കറക്റ്റ് ആയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു തരത്തിലുള്ള കംപ്ലൈൻറ്റുകൾ ഇല്ലെങ്കിലും നിങ്ങൾ പ്രഗ്നൻ്റ് ആകാനായിട്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. അത് ശരിക്കും നമ്മളൊരു ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെ കാണാൻ പോയി കഴിഞ്ഞാൽ കുറേയും കൂടി ക്ലിയർ ആയിട്ട് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു സ്ത്രീക്ക് അവരുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റി വളരെയധികം കുറവായിരിക്കും, അവരിലെ ബ്ലഡ് സർക്കുലേഷൻ വളരെയധികം കുറവായിരിക്കും, അവർക്ക് സെക്സ് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കില്ല, അതുപോലെ അവർക്ക് സെർവിക്കൽ മ്യൂക്കസിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല. കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രെസ് അഫക്റ്റ് ചെയ്യുന്ന ഒരു പുരുഷന് സെമൻ്റെ ക്വാളിറ്റി കുറവായിരിക്കും, DNA സ്ട്രക്ചറിനെ അത് അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്, മോട്ടിലിറ്റി കുറവായിരിക്കും. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. പണ്ടത്തെ കാലഘട്ടത്തിൽ നമ്മുടെ അമ്മേനോടോ അല്ലെങ്കിൽ നമ്മളുടെ വേറെ ഏതെങ്കിലും റിലേറ്റീവിനോടോ എനിക്ക് സ്ട്രെസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ സ്ട്രെസ് എന്ന് അവർ തിരിച്ചു ചോദിക്കും. കാരണം അവരതൊന്നും ഫേസ് ചെയ്തിട്ടില്ല. അവർ ഫേസ് ചെയ്യാത്ത പല കാര്യങ്ങളും നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചി ഡിവോഴ്സ് ചെയ്യണമെന്നുള്ളൊരു സിറ്റുവേഷനിൽ ഞാൻ നിൽക്കുകയാണ്, കാരണം ഒരു കുഞ്ഞിനെ എനിക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഹസ്ബൻഡ് എന്നോടുള്ള ഇഷ്ടം കുറയോ, അദ്ദേഹത്തിന് ഞാൻ ഡിവോഴ്സ് കൊടുക്കണോ, ഒരു കുഞ്ഞിനെ കൊടുക്കാനായിട്ട് എനിക്ക് കഴിയുന്നില്ലെങ്കിൽ അതെൻ്റെ ഒരു കഴിവുകേടല്ലേ എന്ന് സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രത്തോളം സ്ട്രെസ്സിൽ കൂടിയാണ് ആ കുട്ടി കടന്നു പോകുന്നത്. ഒരു കുഞ്ഞിനെ ഭർത്താവിനുണ്ടാക്കി കൊടുക്കുക മാത്രമല്ല ഒരു സ്ത്രീയുടെ കടമ എന്ന് പറയുന്നത്. പലരും അതിനെ ഒരു ഓൾ വേൾഡിൽ അത് മാത്രമാണ് എല്ലാം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. നമ്മളിപ്പോൾ ഒരു പരമ്പരയെ മുൻപോട്ടേക്ക് നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കത് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് അതിന് ടെൻഷൻ അടിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മൈൻഡിനെ കുറേയും കൂടി ഒന്ന് ഫ്രീ ആക്കാനായിട്ട് ശ്രമിക്കണം. ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ വന്നിട്ട് പോസിറ്റീവ് കമൻറ്റ്സ് ഇടുമ്പോൾ അവർ പറയുന്നുണ്ട് കേട്ടോ, ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് ചിന്തിച്ചില്ല, ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴേക്കും ആ മിറക്കിളായിട്ട് ആ ഒരു ലൈൻ വന്നു എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ ജോഷ് ടോക്സ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ സെക്സ് സ്റ്റോറീസ് ഷെയർ ചെയ്യുന്ന ആളുകളുണ്ട്. അതിൽ അവരും ഒരുപാട് ഇങ്ങനെ ഇൻഫെർട്ടിലിറ്റി സ്ട്രഗിൾ എടുത്തിട്ടുള്ള ആളുകൾ വന്ന് പറയുന്നുണ്ട്, ഞാൻ ഒന്നിനെ പറ്റിയിട്ടും ചിന്തിച്ചില്ല പക്ഷെ എനിക്ക് പോസിറ്റീവ് കിട്ടിയെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ പറയുന്ന നല്ല ആളുകളുടെ അഭിപ്രായം കൂടി നമ്മൾ കേൾക്കണ്ടേ? ഈ സ്ട്രെസ് എന്ന് പറയുന്നത് അത്രത്തോളം നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളെയും താറുമാറാക്കുന്നതിന് വേണ്ടിയിട്ട് കാരണമാകുന്നു. അപ്പോൾ ഈ സ്ട്രെസ്സിനെ ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളിലുണ്ടാകുന്ന ഓരോ ഇഷ്ടങ്ങളും നിങ്ങൾ പരസ്പരം പങ്കുവെക്കാനായിട്ട് ശ്രമിക്കുക. ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി മാത്രമല്ല നിങ്ങൾ വിവാഹം കഴിച്ചത് എന്നുള്ളൊരു ബോധം നിങ്ങളിൽ വളർത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഇപ്പോൾ ഹസ്ബൻഡാണ് പ്രശ്നമെങ്കിൽ അദ്ദേഹത്തോട് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, ഒരു കുഞ്ഞുണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല ഞാൻ വിവാഹം കഴിച്ചത്, അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ചേർന്നത് ഒരു കുഞ്ഞിന് വേണ്ടി മാത്രമല്ല എന്ന് നിങ്ങൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. കാരണം ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. നമ്മുടെ ആ ഒരു മെഡിക്കൽ സെഷൻ എന്ന് പറയുന്നത് ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നമ്മുടെ അമ്മയ്ക്ക് കിട്ടിയ ഒരു ബെനിഫിറ്റ് ആയിരിക്കില്ല ചിലപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ അമ്മയൊക്കെ വേദന അറിഞ്ഞാണ് പ്രസവിച്ചതെങ്കിൽ ഇപ്പോൾ എപ്പിഡ്യൂറൽ ഡെലിവറി ഉണ്ട്, വേദന കുറച്ച് അനുഭവിച്ച് നമുക്ക് പ്രസവിക്കാനായിട്ടുള്ള വഴികളുണ്ട്. അതുപോലെ C സെക്ഷൻ ആണെങ്കിൽ നമുക്ക് വേദന കുറച്ച് C സെക്ഷൻ കിട്ടുന്ന
കിട്ടുന്ന, നമുക്ക് വേദന വരുമ്പോൾ തന്നെ പെയിൻ കില്ലേഴ്സ് നമുക്ക് കൊടുത്ത് നമുക്ക് നമ്മളെ നോർമലാക്കുന്ന ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ നമുക്കിന്ന് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ പല വഴിക്ക് വേണമെങ്കിലും നമുക്ക് പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു തിങ്കിങ് ആണ് നിങ്ങൾക്ക് മനസ്സിൽ വേണ്ടത്. നിങ്ങൾക്ക് എത്രത്തോളം ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുമോ അത്രത്തോളം. ചിലപ്പോൾ നിങ്ങൾ ഈ 2 മാസം ഒന്ന് ഫ്രീ ആയിട്ട് പ്രഗ്നൻസി നോക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 3ാമത്തെ മാസം നിങ്ങൾ പോലും ശ്രദ്ധിക്കാതെ നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആകാനായിട്ട് അത് സഹായിക്കും. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു മാസം നിങ്ങൾ ഓവുലേഷൻ ഡേറ്റ് സീരിയസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അടുത്ത 2 മാസങ്ങളിൽ ഇപ്പോൾ ഈ വീഡിയോ കേട്ടിട്ട് നിങ്ങൾ ഓവുലേഷൻ ഡേറ്റ് നോക്കുന്നില്ല, ഇംപ്ലാന്റേഷൻ ഡേറ്റ് നോക്കുന്നില്ല, ഒരു ലക്ഷണങ്ങളും നിങ്ങൾ നോക്കുന്നില്ലെങ്കിൽ ചിലപ്പോൾ 4ാമത്തെ മാസം നിങ്ങൾക്ക് ആ മാജിക്കൽ ലൈൻ കിട്ടും. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് പേർക്ക് ചാനലിൽ പോസിറ്റീവ് റിസൾട്ട് കിട്ടിയ ഒരു റിസൾട്ടും കൂടി ഒരു റീസണും കൂടിയാണ് കേട്ടോ. അത് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഹസ്ബൻഡിലൂടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിനുശേഷവും എനിക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു വഴി എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ദൈവത്തിനോട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദൈവം എന്ന് പറയുന്നത് നമ്മളെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നമ്മൾ മനസ്സിൽ കാണുക. നമ്മൾ ആരാധിക്കുന്നത് ഏത് ദൈവത്തിനെയാണോ അതിനെ നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നമ്മൾ കാണുക. പല ആളുകളും ദൈവത്തിനെ ഒരു ജസ്റ്റ് നമുക്ക് പേടിയുള്ള ഒരാളായിട്ടാണ് ദൈവത്തിനെ കാണുന്നത്. എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ദൈവം ശിക്ഷിക്കും, അല്ലെങ്കിൽ ദൈവത്തിനോട് അങ്ങനെയൊക്കെ പറയാമോ എന്ന് ചിന്തിക്കുന്ന ഒരാളുണ്ട്. നമ്മൾ ശരിക്കും ദൈവത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പല ആളുകൾക്കും ഈ ഒരു സൊസൈറ്റിയിൽ തുറന്ന് സംസാരിക്കാൻ ഒരാളില്ലാത്തതാണ് പ്രശ്നം. അങ്ങനെയുള്ള ആളുകൾ ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തുകൊണ്ടാണ് ദൈവമേ എനിക്ക് എപ്പോഴും ഇങ്ങനെ വരുന്നത് എന്ന് പരാതി പറയാനല്ല കേട്ടോ. എനിക്ക് പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, അതെല്ലാം ഓവർകം ചെയ്ത് മുൻപോട്ടേക്ക് പോകാനായിട്ടുള്ളൊരു ശക്തി എനിക്ക് നീ തരണേ ദൈവമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങൾ കുറേയും കൂടി റിലാക്സ്ഡ് ആകും. നല്ലൊരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിങ്ങൾക്ക് കരയാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലതുപോലെ ഒന്ന് കരയുക ദൈവത്തോട്. നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും പറഞ്ഞ് നിങ്ങൾ ആ ദൈവത്തിനെ നോക്കി കരയുക. കരഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് റിലാക്സ്ഡ് ആകും, നിങ്ങളുടെ മൈൻഡ് ഈസി ആവും, നിങ്ങൾ സ്മൂത്ത് ആവും. അതിനുശേഷം നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യാനായിട്ട് തുടങ്ങുക. നിങ്ങൾക്ക് എത്രത്തോളം ബ്രേക്ക് എടുക്കണമെന്ന് തോന്നുന്നുണ്ടോ അത്രയും നാൾ നിങ്ങൾ ബ്രേക്ക് എടുക്കുക. ചില ആളുകൾക്ക് 2 മാസമൊക്കെ ബ്രേക്ക് എടുക്കാനായിട്ട് തോന്നും. അങ്ങനെയുള്ള ആളുകൾ 2 മാസം നിങ്ങൾ ബ്രേക്ക് എടുത്തിട്ട് ഓവുലേഷൻ ടൈം ഒന്നും നോക്കാതെ പീരീഡ്സ് കഴിഞ്ഞതിന് ശേഷം എപ്പോഴൊക്കെയാണോ നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്നത് ആ സമയത്ത് നിങ്ങൾ പരസ്പരം സ്നേഹം പങ്കിടാനായിട്ട് ശ്രമിക്കുക. നമ്മൾ കൃത്യമായിട്ട് ഓവുലേഷൻ നടക്കുന്ന സ്ത്രീകൾക്ക് നിങ്ങൾ ഓവുലേഷൻ ടൈം ഒന്നും നോക്കണ്ട, നിങ്ങൾക്ക് ചെയ്യാനായിട്ട് നാച്ചുറലി നിങ്ങളുടെ ശരീരം നിങ്ങളെ പ്രേരിപ്പിക്കും. അതുപോലെ തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ പാകത്തിനുള്ളൊരു വ്യത്യാസം നിങ്ങളുടെ പുരുഷനും ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. കാരണം നമ്മുടെ ശരീരഭാഗങ്ങളും നമ്മുടെ ശരീരവും നമ്മുടെ സുഗന്ധവും ഒക്കെ ഹസ്ബൻഡിനെ അട്രാക്റ്റ് ചെയ്യും ഓവുലേഷൻ സമയത്തെന്നാണ് പല ഡോക്ടേഴ്സും അതുപോലെ പല സ്റ്റഡീസും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഓവുലേഷൻ ഡേറ്റ് ഇംപ്ലാന്റേഷൻ ഡേറ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതി വെക്കേണ്ട ഒരാവശ്യവുമില്ല. മാക്സിമം നിങ്ങൾ കൂളായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാക്സിമം ആ ഒരു ടൈം നിങ്ങൾ എൻജോയ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ ഒരു 2 മാസമെങ്കിലും നിങ്ങൾ ബ്രേക്ക് എടുത്തിട്ട് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും പോസിറ്റീവ് റിസൾട്ട് കിട്ടാനായിട്ട് അത് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഒരുപാട് നാളുകളാണ് നമ്മൾ ഒരു മോട്ടിവേഷണൽ ടോക്ക് ചെയ്തിട്ട്. ഒരുപാട് പേർക്ക് എന്താ ഈ ഒരു സമയത്ത് ഇത് യൂസ്ഫുൾ ആവുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ചില ആളുകൾ പറയുന്നു, ചേച്ചി ഞാൻ സൂയിസൈഡ് ചെയ്യാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്, കാരണം എനിക്ക് ഹസ്ബൻഡ് ഒരു കുഞ്ഞിനെ കൊടുക്കാനായിട്ട് പറ്റുന്നില്ല, ഞാൻ സൂയിസൈഡ് ചെയ്യാണ്, എനിക്ക് നാനാ ഭാഗത്തുനിന്നും പ്രഷർ വന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു ഫംഗ്ഷന് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. ജസ്റ്റ് മൂവ് ഓൺ. അതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ എങ്കിൽ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യണം, മൂവ് ഓൺ ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ നിങ്ങൾ മുൻപോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടും എന്ന് മാത്രം നിങ്ങൾ തീരുമാനിക്കുക. അതുപോലെ നിങ്ങൾ ആരൊക്കെ നിങ്ങളെ ഉപദ്രവിക്കാനായിട്ട് നോക്കുന്നുണ്ടോ, മാനസികപരമായിട്ട് നിങ്ങളെ താഴ്ത്താൻ നോക്കുന്നുണ്ടോ, അങ്ങനെയുള്ള ആളുകളെ കാണുന്ന സിറ്റുവേഷൻസ് നിങ്ങൾ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. ഇനി അങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത നിങ്ങളുടെ ഇൻലോസോ നിങ്ങളുടെ സ്വന്തം പാരൻസോ ഒക്കെയാണ് അങ്ങനെ പറയുന്നതെങ്കിൽ മാക്സിമം അത് ഞാൻ കേൾക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ മാറാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഒരുപാട് ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റുകൾ അവരുടെ ഒരു കൗൺസിലിംഗ് സെഷന് പോകുമ്പോൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് ഇത്. നിങ്ങളൊന്ന് പ്രാവർത്തികമാക്കാനായിട്ട് ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങളൊന്ന് ഒട്ടും സ്ട്രെസ് ഇല്ലാതെ ഹാപ്പി ആയിട്ടിരുന്നിട്ട് പ്രഗ്നൻസി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അത് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിൻ്റെ താഴെ നിങ്ങൾ കമൻ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർ നിങ്ങളുടെ കൃത്യം സൈക്കിൾ ലെങ്ത് എത്രയാണോ അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ നിങ്ങൾക്ക് ബ്ലീഡിങ് വരുന്നത് അതാണ് കേട്ടോ നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. അതായത് ജനുവരി 1-ാം തീയതി നിങ്ങൾക്ക് ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിൽ അടുത്ത ബ്ലീഡിങ് വരുന്നത് ഫെബ്രുവരി 2-ാം തീയതി ആണെങ്കിൽ ജനുവരി 1-നെ ഡേ 1 ആക്കി എടുത്തിട്ട് ഫെബ്രുവരി 2-നെ നിങ്ങൾ ലാസ്റ്റ് ഡേ ആക്കി എടുത്ത് കൗണ്ട് ചെയ്യുക കേട്ടോ. അതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് എന്നത്. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.